മനസ്സിലായി അല്ല അലീന മനസ്സിലായത് പോട്ടെ. അതായത് പലരും പറഞ്ഞ പോലെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ റോബിനാണെങ്കിലും റോബിൻ ഇറങ്ങിയ സീസണിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറങ്ങി ആദ്യം മെസ്സേജ് അയച്ചു. പോവാൻ വേറെ കാര്യമുണ്ട്. ഈ നിൽക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ സാധനം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞോ ഞാൻ പറഞ്ഞില്ലേ പോകാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ പറയാം. പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ അതിലേക്കുള്ള ആ ഒരു സീസൺ 4 കഴിഞ്ഞിട്ട് സീസൺ 5ന്റെ തുടക്കത്തില് ഞാൻ ബിഗ് ബോസിൽ പോകണമെന്നുള്ള ആഗ്രഹം പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമായ സമയത്ത് ഞാൻ റോബിന് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച സമയത്ത് റോബിൻ എനിക്ക് അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും ഫോർമാറ്റ് റോബിൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത ആ ഒരു ഫോർമാറ്റൊക്കെ അയച്ചു തന്നിട്ട് സെയിം ഫോർമാറ്റിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും സീസൺ 6ലേക്ക് എന്താ പറയുക സീസൺ 6ലേക്ക് എന്താ പറയുക വൈൽഡ് കാർഡായിട്ട് പോകാൻ സാധിച്ചു. പിന്നെ 5 ലക്ഷം അല്ല, നീ 20 ലക്ഷം എടുത്തിട്ടായിരുന്നു വരേണ്ടിയിരുന്നു അല്ലേ? പക്ഷെ കുഴപ്പമില്ല, 5 ലക്ഷം ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ആൻഡ് നിങ്ങളാണ് സായിന്റെ കളിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സായിന്റെ കളി കണ്ടിട്ടില്ല, പക്ഷെ ചില വീഡിയോസ് കാണുമ്പോഴത്തേക്ക് തോന്നി. പിന്നെ എസ്പെഷ്യലി പുള്ളിയുടെ വൈഫിന്റെ എന്താ പറയാ എന്താ പറയാ പക്ഷെ ജെന്യൂൻ ആയിട്ട് ചെയ്തു കേട്ടോ. ഹസ്ബൻഡ് ആണെന്ന് നോക്കിയില്ല, അതിൽ ബിഗ് ഹാറ്റ്സ് ഓഫ്. സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം കൊടുക്കുന്നുണ്ടായിരുന്നു. അല്ല റോബിൻ പറഞ്ഞല്ലോ സീക്രട്ട് ഏജന്റിന്റെ ഒരു ലൈവിൽ പറഞ്ഞില്ലല്ലോ മറ്റേ റിയാക്ഷൻ ചെയ്യണവരല്ല ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞു. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള അത്രയെങ്കിലും കൊടുക്കണേ. എന്നെ പാസ്റ്റർ നിങ്ങൾ രണ്ടുപേരും കൊടുക്കുന്ന നല്ലൊരു മെസ്സേജ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്ത ആളുകളാണ്. അല്ല ബേസിക്കലി നല്ലൊരു മെസ്സേജ് അല്ലേ? അത്രേ ഉള്ളൂ. എന്തോ ഒരു മിനിറ്റ്. അല്ല ഞാൻ ബേസിക്കലി അത്രേ പറയാനുള്ളൂ. സോഷ്യൽ മീഡിയയിൽ കാണുന്നതിനപ്പുറം പറഞ്ഞ രീതിയിൽ പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നും ആര് തമ്മിലും ഇല്ല. എല്ലാവരും കാണുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് സംസാരിച്ച് സന്തോഷം. അല്ല ഇന്ന് തന്നെ ആക്ച്വലി എന്നെ റിവ്യൂ ചെയ്യുന്നതിൽ പല ചാനൽസും നേരിട്ട് ഇന്നാണ് കണ്ടത്. എൻ്റെ അടുത്ത് എന്താ ചേട്ടാ ഞാൻ റോയിനെ പറ്റി നെഗറ്റീവ് കുറേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ കുഴപ്പമില്ല ബ്രോ. ഇപ്പം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, എന്നാലും എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ഇപ്പം അലറാറില്ല, ഭയങ്കര വലിയ രീതിയിൽ ലൗഡായിട്ട് സംസാരിക്കാറില്ല. അതൊക്കെ പലർക്കും ചിലപ്പോൾ കുറച്ചൊരിക്കലും അതൊരു പ്രശ്നമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അല്ല ഓരോ മനുഷ്യരും അയാളുടെ നെഗറ്റീവ് തിരിച്ചറിയുമ്പോഴല്ലേ. ഇപ്പൊ സായാലും പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് മാറ്റം സംഭവിച്ചു എന്ന് പറഞ്ഞിരുന്നു. സീസൺ 4 റോബിൻ ഉണ്ടാക്കിയ ഒരു ഓളം പിന്നീട് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരേ ഒരു സെക്കൻഡ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ വലിച്ചു കയറി സായി കൃഷ്ണ എന്നുള്ള ക്യാപ്ഷൻ ഞാൻ കണ്ടു. ഇതേപോലെ നമ്മൾ ക്യാമറ ഇപ്പൊ ഇന്നാണെങ്കിൽ സിബിൻ പ്രസ് മീറ്റ് സിബിനാണെങ്കിൽ ഇന്ന് പ്രസ് മീറ്റ് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണ്ടായി. ഗുരുതരമായ